നമസ്കാരം. മനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 91 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇന്ന് 92ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അക്രൂരനെ കൊണ്ടഥ ഹസ്തിപുര്യാം അക്രൂര ദുര്യോധന വൃത്തമെല്ലാം അക്രൂരരാം പാണ്ഡവർ വൃത്തവും താനഗ്രേ ധരിക്കും ഹരയേ നമോസ്തു. ഇവിടെ അക്രൂരനെ കൊണ്ടഥ, അധ അനന്തരം അക്രൂരനെ കൊണ്ട് അക്രൂരനെ അയച്ച് ഹസ്തിപുര്യാം, എവിടേക്കാണ്? ഹസ്തിനപുരിയിലേക്ക്. എന്തിനാണ് അയച്ചത്? ക്രൂര ദുര്യോധന വൃത്തമെല്ലാം, ആ ക്രൂരനായിട്ടുള്ള ദുര്യോധനന്റെ വൃത്തം, ആ വർത്തമാനങ്ങളൊക്കെ അറിയുന്നതിനും. അക്രൂരരാം പാണ്ഡവർ വൃത്തവും, അക്രൂരരായ ക്രൂരരല്ലാത്ത, അതായത് സാധുക്കളായിട്ടുള്ള ആ പാണ്ഡവരുടെ വൃത്തവും വർത്തമാനവും അറിയുന്നതിനായി താൻ അഗ്രേ ധരിക്കും, താൻ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കും. അതായത് കൃഷ്ണൻ ഇതൊക്കെ നേരത്തെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് അക്രൂരരെ അയച്ചത്. അങ്ങനെയുള്ള ഹരയേ നമോസ്തു, ഹരിക്കായിക്കൊണ്ട് നമസ്കാരം, എല്ലാ പാപങ്ങളും താപങ്ങളും ഹരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമഃ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അക്രൂരനെ നമുക്ക് പരിചയമുണ്ടല്ലോ. കൃഷ്ണനെ കംസൻ പറഞ്ഞിട്ട് മധുരയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയില്ലേ, ആ അക്രൂരൻ തന്നെയാണ് കേട്ടോ ഇത്. ആ അക്രൂരനെ ക്രൂരരായിട്ടുള്ള ദുര്യോധനാദികളുടെയും അക്രൂരരായിട്ടുള്ള, അതായത് ക്രൂരതയൊന്നുമില്ലാത്ത പാണ്ഡവരുടെയും വൃത്താന്തം അറിയാനായിട്ട് കൃഷ്ണൻ ഹസ്തിനപുരയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. മുഷ്കേറും യവനന്റെ മുൻപിൽ മുചുകുന്ദൻ തന്നെയോർത്തിട്ടുടൻ വ്യക്തം പാർത്ഥതമാഗതൻ വരവിലും വേഗം നടിച്ചിടിനാൻ. ദുർഗം തീർത്ഥധരേവതീരമണനോടൊന്നിച്ചുമേവും വിഭോ തൃക്കാൽ കണ്ടു നമസ്കരിപ്പതിനൊരിക്കാലേ വരിച്ചിടിനേൻ. ഇവിടെ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ 2 വരിയില് മധുരാപുരി ആക്രമിക്കാൻ വന്ന കാലയവനന്റെയും ജരാസന്ധന്റെയും അതുപോലെ യവനനെ കൊന്ന മുചുകുന്ദന്റെ കഥയും സൂചിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ വരിയില് ബലരാമ രേവതി വിവാഹത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരിക്കുന്നു. ഈ കഥകളൊക്കെ ഒന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാം. ആദ്യം മധുരാപുരി ആക്രമിക്കാൻ വന്ന കാലയവനന്റെ കഥയാവട്ടെ. ഈ യവനൻ ജരാസന്ധന്റെയും ശത്രുവായിരുന്നു. ഈ കാലയവനൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് യുദ്ധത്തിൽ ശത്രുക്കളാലോ ശസ്ത്രങ്ങളാലോ താൻ വധിക്കപ്പെടുകയില്ല എന്നൊരു വരം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്കൊന്നും ഈ യവനനെ തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ കാലയവനൻ മഗധ രാജാവായിട്ടുള്ള ജരാസന്ധനെ ആക്രമിക്കാനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് നാരദൻ യവന രാജ്യത്തെത്തി യവനനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞ് ഇങ്ങനെ പറയും: അങ്ങയുടെ ഏറ്റവും വലിയ ശത്രു മഗധ രാജാവായിട്ടുള്ള ജരാസന്ധനാണ് എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ മഗധ വരെയൊന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം മധുരാപുരി ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി എന്ന് അഹങ്കരിക്കുന്ന ആ ജരാസന്ധൻ ആക്രമിക്കാൻ പോകുന്നത് താൻ വിഷ്ണുവാണെന്ന് പറഞ്ഞു നടിക്കുന്ന 15 വയസ്സുള്ള ഒരു യാദവ ബാലനെയാണ്. അതുകൊണ്ട് അങ്ങ് സൈന്യവുമായിട്ട് മധുരാപുരിയിൽ ചെന്നാൽ മതി, 2 പേരെയും തോൽപ്പിച്ച് മധുരാപുരിയും മാഗധവും കൈവശപ്പെടുത്താം എന്നൊരു ഉപദേശവും കൊടുത്തു. അഹങ്കാരിയും ദുരാചാരിയുമായിരുന്ന ആ കാലയവനാകട്ടെ നാരദവാക്യത്തെ സത്യമാണ് എന്ന് ധരിച്ച് ആ യാദവ ബാലന്റെ വിഷ്ണു പ്രഭാവം ഞാൻ ഇതോടെ അവസാനിപ്പിക്കും എന്ന് വിചാരിച്ച് മധുരാപുരിയിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്.
താൻ അവിടെ എത്തുമ്പോഴേക്കും ജരാസന്ധനും മധുരാപുരി ആക്രമിക്കാനായി അവിടെ എത്തിച്ചേരുമെന്നും അതോടെ ജരാസന്ധനെയും തോൽപ്പിച്ച് മാഗധവും മധുരയും തനിക്ക് സ്വന്തമാക്കാം എന്ന് മോഹിച്ച് മധുരാപുരി ആക്രമിക്കാൻ ചെല്ലുകയാണ്. ഈ വിവരം കൃഷ്ണൻ അറിഞ്ഞു. യവനൻ വേഗം തന്നെ മധുരാപുരിയിലെത്തുമെന്നും പിന്നീട് 2 ദിവസം കഴിഞ്ഞാൽ ജരാസന്ധനും മധുരാപുരിയിലേക്ക് എത്തിച്ചേരുമെന്നും പിന്നെ അവിടെ ഉണ്ടായേക്കാവുന്ന യുദ്ധം അതിഭീകരവും വിനാശകാരിയും ആയിരിക്കും എന്നതുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ ചിന്തിച്ചു. യവനൻ ഒരു യുദ്ധത്തിലും ശത്രുക്കളാലും ശസ്ത്രത്താലും വധ്യനല്ല. ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിന് കുറച്ച് ന്യായമുണ്ട്. എന്താണ് ആ ന്യായം എന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് യവനന്റെ എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. യവന സൈന്യം ആർത്തു വിളിച്ചുകൊണ്ട് മധുരാപുരി ആക്രമിക്കാനായി എത്തി. അപ്പോൾ കൃഷ്ണൻ നിരായുധനായിട്ട് അവരുടെ മുന്നിലേക്ക് ചെന്നു. വിഷ്ണു ആണെന്ന് നാട്യം നടിച്ചു നടക്കുന്ന ആ കള്ളകൃഷ്ണൻ ഈ യാദവ ബാലൻ തന്നെയാണ് എന്ന് തീരുമാനിച്ച് ഇവൻ നിരായുധനാണെങ്കിലും ഇവനെ പിടിച്ച് വേണ്ട ശിക്ഷ നൽകണം എന്ന് വിചാരിച്ച് പിടിക്കാനാഞ്ഞപ്പോൾ കൃഷ്ണൻ ഭീരുത്വം ഭാവിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഇത് കണ്ട് യവനൻ കൃഷ്ണനെ പിന്തുടർന്നു. ഇടയ്ക്ക് കൃഷ്ണൻ ദാ പിടിക്കാം എന്നുള്ള മട്ടിൽ അടുത്ത് നിന്ന് കൊടുക്കും. പിടിക്കാൻ തുടങ്ങുമ്പോൾ അകലേക്ക് കുതിച്ചോടും. അപ്പോൾ യവനനും വളരെ ഉത്സാഹത്തോടു കൂടി പിന്നാലെ ഓടി. അങ്ങനെ ഓടി ഓടി കുറേ അകലെ എത്തിയത് യവനൻ അറിഞ്ഞില്ല. ഓടുന്നതിനിടയിൽ കൃഷ്ണനെ ഭർസിച്ചുകൊണ്ട് പലതും പറയുന്നുമുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന നിന്നെയാണോ വിഷ്ണു എന്ന് പറയുന്നത്? നീ കള്ളനാണ്, നീ ഒരു ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞാണ് യവനൻ പിന്നാലെ ഓടിയിരുന്നത്. കൃഷ്ണനാവട്ടെ ഓടി ഓടി രക്ഷപ്പെടാനാണ് എന്നുള്ള ഭാവത്തില് ഒരു പർവ്വതത്തിന്റെ ഗുഹയിൽ കയറി ഒളിച്ചു. യവനനും ഈ കൃഷ്ണനെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ചു. ആ കള്ളൻ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിചാരിച്ച് ആ ഗുഹ മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗുഹയുടെ ഒരറ്റത്ത് ആരോ മൂടി പുതച്ച് കിടക്കുന്നത് കണ്ടത്. തന്നെ പേടിച്ച് കൃഷ്ണൻ അവിടെ മൂടി പുതച്ച് ഉറക്കം നടിച്ച് കിടക്കുകയായിരിക്കും എന്നാണ് യവനൻ കരുതിയത്. എന്നിട്ട് വളരെ ദേഷ്യത്തോടുകൂടി ആ കിടക്കുന്ന ആളെ ആഞ്ഞ് ചവിട്ടി. പെട്ടെന്ന് ആ കിടന്നിരുന്ന ആൾ ഞെട്ടി ഉണർന്ന് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് ആരാണ് എന്ന രീതിയിൽ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ആ ദേഷ്യത്തോടെയുള്ള നോട്ടത്തിൽ നിന്നുണ്ടായ അഗ്നി, അതായത് കോപാഗ്നിയിൽ തന്നെ യവനൻ ഭസ്മമായി പോയി. അങ്ങനെ യുദ്ധത്തില് ശത്രുക്കളാലോ ശസ്ത്രങ്ങളാലോ മരിക്കുന്നതല്ല യവനൻ എന്നത് അറിയുന്നത് കൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങനെയൊരു ഉപായം ഇവിടെ ചെയ്തത്. ആ ഗുഹയിൽ ശയിച്ചിരുന്ന ആളായിരുന്നു മുചുകുന്ദൻ എന്ന വിഷ്ണു ഭക്തൻ. സൂര്യവംശത്തിലെ പ്രസിദ്ധനായ രാജാവായ മാന്ധാതാവിന്റെ പുത്രനും വിഷ്ണുഭക്തനായ അംബരീഷന്റെ അനുജനുമാണ് ഈ വീരനായ മുചുകുന്ദൻ. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന കാലത്ത് ഇന്ദ്രദേവന്റെ ആവശ്യപ്രകാരം നാഗലോകത്ത് പോയിട്ട് യുദ്ധം ചെയ്ത് അസുരന്മാരെ തോൽപ്പിച്ചതുകൊണ്ട് സന്തോഷമായിട്ടുള്ള ഇന്ദ്രൻ ഇദ്ദേഹത്തിനോട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ മുചുകുന്ദൻ ചോദിച്ചത്, കുറേ കാലം ഉറക്കമില്ലാതെ ഈ അസുരരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഇനി കുറേ കാലം സുഖനിദ്രയാണ് എനിക്ക് വരമായിട്ട് വേണ്ടത് എന്നാണ്. അപ്പോൾ ഇന്ദ്രദേവൻ അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങ് ഭൂമിയിൽ പോയിട്ട് വളരെ കാലം സുഖനിദ്ര ചെയ്ത് ആനന്ദിച്ചാലും അങ്ങയുടെ നിദ്ര ഭംഗം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവൻ അങ്ങയുടെ ആ നോട്ടത്തിൽ തന്നെ ദഹിച്ചു പോകും എന്നൊരു അനുഗ്രഹം ഇന്ദ്രൻ നൽകുകയും ചെയ്തു. അതാണ് ഇവിടെ മുചുകുന്ദൻ നോക്കിയപ്പോൾ തന്നെ യവനൻ ഭസ്മമായി പോയത്. ഈ ഗുഹയിലാണ് മുചുകുന്ദൻ ഉറങ്ങുന്നത് എന്ന് ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. അതാണ് യവനനെ ഇവിടേക്ക് തന്നെ എത്തിച്ചതും. യവനൻ ഭസ്മമായപ്പോൾ കൃഷ്ണൻ അവിടെ എത്തി മുചുകുന്ദനോട് താൻ കൃഷ്ണനാണെന്നും അങ്ങ് ഇക്ഷ്വാകു വംശത്തിലെ മുചുകുന്ദനാണെന്ന് എനിക്കറിയാമെന്നും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പറഞ്ഞു. അപ്പോൾ മുചുകുന്ദൻ ചോദിക്കുകയാണ്, അങ്ങ് കൃഷ്ണനാണ് എന്ന് പറഞ്ഞുവെങ്കിലും അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് വിഷ്ണു ആണെന്നാണ് തോന്നുന്നത്.
അങ്ങ് ഇതിൻ്റെ സത്യം എന്നോട് അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയും, അങ്ങക്ക് അന്ധക്കരണത്തിൽ തോന്നിയത് വളരെ ശരിയാണ്. ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനാണ് എന്നും കഴിഞ്ഞ യുഗത്തിൽ, അതായത് ത്രേതായുഗത്തിൽ അങ്ങയുടെ വംശത്തിൽ തന്നെ ഞാൻ ദശരഥപുത്രനായി അയോധ്യയിൽ ജനിച്ചിരുന്നു. അന്നും അങ്ങ് ഈ ഗുഹയിൽ നിദ്രയിൽ തന്നെ ആയിരുന്നു. ആ യുഗം അവസാനിച്ച് അടുത്ത യുഗമായ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ് മുചുകുന്ദന് കൃഷ്ണൻ മുക്തിമാർഗം ഉപദേശിച്ച് അനുഗ്രഹിച്ച് അവിടെ നിന്നും തിരിച്ചു പോന്നു. മുചുകുന്ദനാകട്ടെ ആ ഗുഹയിൽ നിന്നും പുറത്തു വന്ന് നേരെ ബദരി ആശ്രമത്തിലെത്തി അവിടെ ചെന്ന് വിഷ്ണുവിനെ തപസ്സു ചെയ്ത് വിഷ്ണുപദത്തെ പ്രാപിച്ചു. ഇനി ജരാസന്ധനെ കുറിച്ച് പറയട്ടെ. നേരത്തെ കൃഷ്ണൻ പറഞ്ഞല്ലോ, ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിന് കുറച്ച് ന്യായമുണ്ട് എന്ന്. അതെന്താണെന്ന് പറയാം. ജരാസന്ധന്റെ 2 പുത്രിമാരെയാണ് കംസൻ വിവാഹം ചെയ്തിരിക്കുന്നത്. 10,000 ആനകളുടെ ശക്തിയുള്ള കംസനെ കൃഷ്ണൻ എന്ന ചെറിയ ഒരു യാദവ ബാലൻ വധിച്ചു എന്ന് കേട്ടിട്ട് ജരാസന്ധൻ ആദ്യം അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ വിധവകളായ തൻ്റെ പുത്രിമാരുടെ ആ ദുഃഖവും സന്താപവും കണ്ടിട്ട് ആ ജരാസന്ധന് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണം എന്ന് ചിന്ത വരികയാണ്. കംസവധത്തിനു ശേഷം മധുര ഭരിച്ചിരുന്നത് കംസന്റെ അച്ഛനായ ഉഗ്രസേന രാജാവായിരുന്നു. ജരാസന്ധനാകട്ടെ യദുവംശത്തിനെ പാടെ നശിപ്പിച്ച് മധുര കൈയടക്കി അത് കംസന്റെ പുത്രന്മാർക്ക് നൽകണം എന്നും ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവിടെയുള്ള പ്രബലരായ രാജാക്കന്മാരുമായി സഖ്യം ചെയ്ത് അസംഖ്യങ്ങളായ ചതുരംഗ സേനകളോടുകൂടി മധുരയെ ആക്രമിച്ചു. ആയുധസമേതനായി കൃഷ്ണനും ബലരാമനും ഒപ്പം തന്നെ യുദ്ധത്തിൽ നിപുണരായ ഉദ്ധവർ, സാത്യകി, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയ യാദവ വീരന്മാരുടെ നേതൃത്വത്തിൽ യാദവ സൈന്യം ശത്രുക്കളുമായി പൊരുതി നിന്നു. ശൈശവം കൈവിടാത്ത കൃഷ്ണനുമായി യുദ്ധം ചെയ്യാൻ തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് ജരാസന്ധൻ പ്രഖ്യാപിച്ചപ്പോൾ ബലരാമൻ മുന്നോട്ട് വന്ന് ജരാസന്ധനോടുകൂടി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. ജരാസന്ധനും ബലഭദ്രനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു. ഒടുവിൽ തൻ്റെ കലപ്പ കൊണ്ട് ജരാസന്ധനെ അടിച്ചു നിലത്തിട്ട് വധിക്കാൻ ആരംഭിച്ചപ്പോൾ ഇവൻ നമ്മളാൽ വധ്യനല്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ തടുത്തു. അങ്ങനെ ജരാസന്ധൻ നാണിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. പരാജിതനായെങ്കിലും ജരാസന്ധൻ അടങ്ങിയിരുന്നില്ല. പല രാജാക്കന്മാരുമായും വീണ്ടും സഖ്യം ചെയ്യുകയും ആകെ 17 പ്രാവശ്യം മധുരയെ ആക്രമിക്കുകയും പരാജിതനായി പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 18ാമത്തെ പ്രാവശ്യമാണ് ജരാസന്ധൻ മധുര ആക്രമിക്കാൻ എത്തുന്നത്. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, ജരാസന്ധൻ യുദ്ധം ചെയ്യുന്നതിൽ ഒരു ന്യായമുണ്ട് എന്ന്. കാരണം ജരാസന്ധന്റെ പുത്രികളുടെ ഭർത്താവായിരുന്നു കംസൻ. അപ്പോൾ തീർച്ചയായും ആ രാജ്യത്തിന്റെ അവകാശികൾ കംസന്റെ പുത്രന്മാരാണ്. പക്ഷേ ഇപ്പോൾ മധുരയിൽ ഇരിക്കുന്നത് യാദവന്മാരുമാണ്. അതുകൊണ്ട് ജരാസന്ധൻ യുദ്ധം ചെയ്യുന്നതിന് തെറ്റുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി ജരാസന്ധനായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും മധുര കംസപുത്രന്മാർക്കായിട്ട് അദ്ദേഹം നൽകിക്കോട്ടെ എന്നും കൃഷ്ണൻ വിചാരിച്ചു. അതിനായിട്ട് പശ്ചിമ സമുദ്രത്തിൽ ഒരു ദ്വീപ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് യാദവന്മാരെ മുഴുവൻ മധുരാപുരിയിൽ നിന്നും ആരും അറിയാതെ മാറ്റണം എന്നും ബലരാമനോട് പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ വിചാരിക്കും, നമ്മൾ ജരാസന്ധനെ ഭയന്ന് തോറ്റ് ഓടിപ്പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്ന്. അതുതന്നെയാണ് വേണ്ടതും. പശ്ചിമ സമുദ്രത്തിൽ പണ്ട് കുശസ്ഥലി എന്നു പേരുള്ള ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപിലേക്ക് കടക്കാനായിട്ട് ഒരു വലിയ സേതുവും ഉണ്ടായിരുന്നു. ഈ ദ്വീപിന്റെ ഉടമസ്ഥനായിരുന്നത് ആനർത്തൻ എന്ന രാജാവായിരുന്നു. കാലക്രമേണ ഈ ദ്വീപ് മനോഹരമായ ഒരു നഗരമായി തീർന്നു. പിന്നീട് ആനർത്തനും വരുണദേവനും തമ്മിൽ ചെറിയ കലഹമുണ്ടായപ്പോൾ വരുണദേവൻ ആ ദ്വീപിനെ സമുദ്രത്തിനടിയിലാക്കി കളഞ്ഞു. ആ ദ്വീപ് വീണ്ടും ഉയർത്തി അവിടെ കൊട്ടാരം പണിയണം എന്നായിരുന്നു ഭഗവാൻ തീരുമാനിച്ചത്. കാരണം ആ ദ്വീപിലേക്ക് കടക്കാനുള്ള ആ സേതുവിൽ ശത്രുക്കൾ ആരെങ്കിലും വന്ന് ചവിട്ടിയാൽ അത് ഉടൻ വെള്ളത്തിലേക്ക് താണുപോകും. അതുകൊണ്ട് അവിടെ കൊട്ടാരം സ്ഥാപിച്ചാൽ ശത്രുക്കളുടെ ഒരു ശല്യവും ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അവിടെ തന്നെ തൻ്റെ കൊട്ടാരം പണിയാൻ തീരുമാനിച്ചത്.
പിന്നീട് കൃഷ്ണനും ബലരാമനും കൂടി ജലാധിപനായ വരുണദേവനെ കണ്ട് തന്റെ ആഗ്രഹം ധരിപ്പിക്കുകയും വരുണദേവൻ ഉടൻ തന്നെ ആ ദ്വീപിലെയും സേതുവിനെയും മൂടിക്കടന്ന വെള്ളത്തിനെ പിൻവലിച്ച് അത് കരയാക്കി തീർത്തു. ദേവശില്പിയായ വിശ്വകർമാവിനെയാണ് നഗര നിർമ്മാണ ജോലി കൃഷ്ണൻ ഏൽപ്പിച്ചത്. വിശ്വകർമാവായതുകൊണ്ടാണോ അതോ ഭഗവാന്റെ മായാവൈഭവം കൊണ്ടാണോ എന്നറിയില്ല, വളരെ പെട്ടെന്ന് തന്നെ മനോഹരമായ നഗരം പൂർത്തിയായി. കൃഷ്ണൻ ആ മനോഹരപുരിക്ക് ദ്വാരക എന്ന് നാമകരണവും ചെയ്തു. പിന്നീട് കൃഷ്ണൻ ബലരാമനൊന്നിച്ച് മധുരയിൽ പോയി അവിടെയുള്ള സകല യാദവരെയും സകല വിഭവ സമ്പത്തും സൈന്യ സമ്പത്തും അടക്കം ആരും അറിയാതെ രാത്രിക്കു രാത്രി തന്നെ ദ്വാരകയിലേക്ക് തേരിൽ കയറ്റി അയച്ചു. എല്ലാ യാദവരെയും ദ്വാരകയിൽ എത്തിച്ച ശേഷം ഒന്നും അറിയാത്ത മട്ടിൽ കൃഷ്ണൻ മധുരാപുരിയിൽ മടങ്ങി വന്നു. അപ്പോഴേക്കും യവനനും അദ്ദേഹത്തിന്റെ സൈന്യവും അവിടെ എത്തിച്ചേർന്നിരുന്നു. ആ യവനന്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഗുഹയിൽ വെച്ച് മുചുകുന്ദന് മുക്തിമാർഗം ഉപദേശിച്ചതിനു ശേഷം കൃഷ്ണൻ വീണ്ടും മധുരയിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോഴേക്കും ജരാസന്ധൻ അസംഖ്യം അക്ഷൗഹിണിപ്പടയുമായിട്ട് അവിടെ എത്തിച്ചേർന്നിരുന്നു. ജരാസന്ധൻ കൃഷ്ണനുമായിട്ട് ഘോരമായി യുദ്ധത്തിലേർപ്പെട്ടു. ആ സമയത്ത് തങ്ങൾക്ക് ചെറുത്തു നിൽക്കാൻ ശക്തിയില്ല എന്ന ഭാവത്തില് കൃഷ്ണനും ബലരാമനും ആ യുദ്ധഭൂമിയിൽ നിന്ന് ഭീരുത്വം ഭാവിച്ച് ഓടിപ്പോയി. ജരാസന്ധനും സൈന്യവും അവരെ പിന്തുടർന്നു. ബലരാമനും കൃഷ്ണനും തിരിഞ്ഞു നോക്കാതെ ഓടി പ്രവർഷണ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ഇതുകണ്ട ജരാസന്ധൻ പർവ്വതത്തിനു ചുറ്റും തീയിട്ട് അവരെ അവിടെ വധിക്കാം എന്ന് തീരുമാനിച്ച് തീ കൊളുത്തുവാനായി ഭടന്മാരോട് ആജ്ഞാപിച്ചു. ആ സമയം കൃഷ്ണനും ബലരാമനും പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കുതിച്ചു ചാടി സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിലേക്ക് പോയി. അവർ ചാടിപ്പോയത് ജരാസന്ധനും ഭടന്മാരും കണ്ടതുമില്ല. അങ്ങനെ താൻ ശത്രുക്കളെ തോൽപ്പിച്ചു എന്നുള്ള ആഹ്ലാദത്തോടെയും അഹങ്കാരത്തോടെയും മധുരയിലേക്ക് തിരിച്ചു വന്ന് കംസപുത്രനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് കൃഷ്ണൻ ആഗ്രഹിച്ചതും. പിന്നെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് ബലരാമന്റെ വിവാഹമാണ്. ഉഗ്രസേനൻ തന്നെയാണ് ദ്വാരകയിലും രാജാവായിരുന്നത്. പക്ഷേ എല്ലാവരും കൃഷ്ണനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ദ്വാരകാധിപതിയായി കണ്ടിരുന്നത്. ഇങ്ങനെ ദ്വാരകയിൽ വസിക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛനായ വസുദേവർ ബലരാമന്റെയും കൃഷ്ണന്റെയും വിവാഹ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ദ്വാരക നിൽക്കുന്ന സ്ഥലം പണ്ട് കുശസ്ഥലി എന്ന ദ്വീപായിരുന്നുവെന്നും ആ ദ്വീപിന്റെ ഉടമസ്ഥൻ സൂര്യവംശ രാജാവായ ആനർത്തൻ ആയിരുന്നുവെന്നും. ആ ആനർത്ത രാജാവിന്റെ മകനായിരുന്നു രേവതൻ. അദ്ദേഹത്തിന് 100 പുത്രന്മാരും ഏറ്റവും താഴെ രേവതി എന്ന ഒരു പുത്രിയും ജനിച്ചു. രേവതി അതിസുന്ദരിയായ കന്യകാരത്നമായി തീർന്നപ്പോൾ അവൾക്ക് അനുരൂപനായ ഭർത്താവ് ആരായിരിക്കും എന്ന ചിന്തയാൽ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് തന്റെ അവസ്ഥ ധരിപ്പിച്ചു. ബ്രഹ്മാവ് രേവതനെ സമാധാനിപ്പിച്ചു. യുഗങ്ങൾക്കു ശേഷം ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ വസുദേവൻ എന്ന ഒരു യാദവ ശ്രേഷ്ഠന് അനന്തന്റെ അംശം കൊണ്ടുണ്ടായ ഒരു പുത്രനുണ്ടാകും. ആ വസുദേവപുത്രനായ ബലരാമനെയാണ് രേവതി വിവാഹം കഴിക്കുക. ആ കാലം വരെ രേവതിക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ പേടിക്കണ്ട, ഈ രേവതി വിവാഹം കഴിക്കുന്നതുവരെ നിത്യകന്യകയായിരിക്കും. സൗന്ദര്യത്തിനും പ്രായത്തിനും ഒരു മാറ്റവും വരില്ല. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു, യുഗം അവസാനിച്ചു. ദ്വാപരയുഗമായി. രേവതിയുടെ മാതാപിതാക്കളും സഹോദരന്മാരുമൊക്കെ ദിവംഗതരായി. എങ്കിലും രേവതിക്ക് പ്രായത്തിനോ സൗന്ദര്യത്തിനോ ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ചിട്ട് ബലഭദ്രൻ രേവതിയെ വിവാഹം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ഈ ദ്വാരക തന്നെയാണ് പണ്ട് കുശസ്ഥലി എന്ന പേരിൽ രേവതിയുടെ അച്ഛൻ്റെ അച്ഛനായ ആനർത്തൻ്റെതായിരുന്നത്. ഇങ്ങനെ 3 കഥകളാണ് പൂന്താനം തിരുമേനി ഈ ഒറ്റ ശ്ലോകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. മുഷ്കേറും യവനന്റെ മുന്നിൽ എന്ന് വെച്ചാൽ അഹങ്കാരിയായ യവനന്റെ മുന്നിൽ മുചുകുന്ദനെ ഓർത്തിട്ട് ഭീരുത്വം നടിച്ച് ഓടിയതും, 2ാമത്തെ വരിയിലെ വെക്കം പാർത്ഥമാഗധൻ വരവിലും മഗധ രാജാവായ ജരാസന്ധൻ യുദ്ധത്തിനായി വന്നപ്പോഴും ഭീരുത്വം നടിച്ച് ഓടി
ദ്വാരകയിലേക്ക് പോയി അവിടെ കൊട്ടാരം തീർത്ത്, അതാണ് ദുർഗം തീർത്ഥഥ രേവതീ രമണനോടൊന്നിച്ചു. ദുർഗം എന്ന് വെച്ചാൽ കോട്ട എന്നാണ്, ഇവിടെ ദ്വാരക. ദ്വാരക ഉണ്ടാക്കി രേവതീ രമണനോടൊന്നിച്ചുമേവും വിഭോ. രേവതീ രമണൻ എന്ന് വെച്ചാൽ ബലരാമനാണ്. ബലരാമനോട് ഒന്നിച്ചു വാഴുന്ന ഹേ വിഭോ, അല്ലയോ സർവേശ്വര. പിന്നെ തൃക്കാൽ കണ്ടു നമസ്കരിപ്പതിനൊരിക്കാലേ വരിച്ചിടിനേൻ. അതായത് അങ്ങയുടെ ആ കാലിണകൾ നേരിട്ടു കണ്ട് വന്ദിക്കാനായിട്ട് ഞാൻ അവിടുത്തെ ആ പദയുഗളം തന്നെ ആശ്രയിക്കുന്നേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇന്ന് എൻ്റെ വിവരണം കുറച്ച് നീണ്ടുപോയി എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. ഞാൻ പറ്റാവുന്നത്ര ഈ കഥകൾ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും എവിടേക്കോ അത് നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ബുധനാഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ